40 വർഷം ഉത്തർപ്രദേശിൽ പൂട്ടിക്കിടന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രം തുറന്ന് വീണ്ടും പഴയപടിയാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സാധിക്കുകയുള്ളൂ. ഉത്തർപ്രദേശിൽ ഭൂമാഫിയയുടെ പിടിയിലകപ്പെട്ട ഗർമുക്തീശ്വറിലെ കാൽ ഭൈരവ് ക്ഷേത്രം സർക്കാർ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നു. ഒരു പരിശോധനയ്ക്കിടെ ഹാപൂർ ജില്ലയിലെ ജില്ലാ മജിസ്ട്രേറ്റ് അനധികൃത മാഫിയ സംഘം ക്ഷേത്രം കൈയടക്കി പൂട്ടിയതായി മനസ്സിലാക്കുന്നു. തുടർന്ന് ഒരു അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൽ കാൽ ഭൈരവ ക്ഷേത്രം ഏകദേശം 40 വർഷമായി പൂട്ടിക്കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കി. ക്ഷേത്രത്തിൽ കയ്യേറ്റ ശ്രമങ്ങൾ നടന്നിരുന്നതായി കണ്ടെത്തി. ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ ജില്ലാ ഭരണകൂടം ക്ഷേത്രം പിടികൂടി പൂട്ടി. കൂടാതെ നിശ്ചിത ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് കാൽ ഭൈരവ വിഗ്രഹം ഇനി പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. കൂടാതെ ക്ഷേത്രത്തിലെ അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനൊപ്പം അവിടെ വലിയ ഒരു ക്ഷേത്ര സമുച്ചയം വികസിപ്പിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. മുക്തേശ്വർ മഹാദേവന്റെ പേരിലുള്ള ഹാപൂർ ജില്ലയിലെ ഗർമുക്തേശ്വർ പുരാതനമായ കാലഭൈരവ ക്ഷേത്രമാണ്. കഴിഞ്ഞ 40 വർഷമായി ക്ഷേത്രത്തിന്റെ വാതിലുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിഗ്രഹങ്ങൾ പോലും നീക്കം ചെയ്തിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ക്ഷേത്രമാണ് കാൽ ഭൈരവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാരണാസിയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണിത്. ശിവന്റെ അഗ്നിരൂപമായ കാൽ ഭൈരവിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം. കാൽ എന്നാൽ മരണമെന്നും സമയമെന്നും അർത്ഥമുണ്ട്. ആരെങ്കിലും കൊല്ലേണ്ടി വരുമ്പോൾ മാത്രമാണ് ശിവൻ ഈ രൂപം സ്വീകരിച്ചത് എന്നാണ് വിശ്വാസം. കാശി ശിവന് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു. ശിവൻ കാലഭൈരവനെ ക്ഷേത്ര പാലകനായി നിയമിച്ചു. അതിനാൽ കാശിയിലെ ജനങ്ങളെ ശിക്ഷിക്കാനുള്ള അവകാശവും കാലഭൈരവനുണ്ട്. ക്ഷേത്രത്തിന്റെ സങ്കേതത്തിൽ കാലഭൈരവ് ശ്വന എന്ന നായയുടെ വെള്ളി വിഗ്രഹമുണ്ട്. വ്യത്യാസങ്ങളുണ്ട് എങ്കിലും കാൽ ഭൈരവ് ക്ഷേത്രത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാതെ വാരണാസിയിലേക്കുള്ള നിങ്ങളുടെ യാത്ര അപൂർണമാണ് എന്നാണ് വിശ്വാസം. കാശിയിലുള്ള കാൽഭൈരവ ക്ഷേത്രത്തിന്റെ ഉദ്ഭവം പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും വെളിപ്പെടുത്തുന്നുണ്ട്. ഹിന്ദു പുരാണം അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ശേഷം സ്രഷ്ടാവായ ബ്രഹ്മാവും സംരക്ഷകനായ ഭഗവാൻ വിഷ്ണുവും തങ്ങളുടെ മേധാവിത്വത്തെക്കുറിച്ച് തർക്കം നടത്തുന്നു. ആ തർക്കത്തിനിടയിൽ രണ്ട് ശക്തികളെ വെല്ലുവിളിക്കുന്ന ഒരു വലിയ അഗ്നിസ്തംഭം അവരുടെ മുന്നിൽ ഉയർന്നു വരുന്നു. സ്തംഭത്തിന്റെ തുടക്കവും അവസാനവും കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. പക്ഷേ രണ്ടിനും വിജയിക്കാൻ സാധിച്ചില്ല. തുടർന്ന് സംഹാരകനായ ശിവൻ കാലഭൈരവ് എന്നറിയപ്പെടുന്ന ഉഗ്രനും പ്രചോദനാത്മകവുമായ ഒരു അസ്തിത്വത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ സ്തംഭം മറ്റെല്ലാ ദൈവങ്ങൾക്കും മേലുള്ള തന്റെ ആധിപത്യം തെളിയിക്കാൻ തന്റെ രൂപം വെളിപ്പെടുത്തിയ ശിവന്റെ പ്രകടനമായിരുന്നു. ഈ സംഭവം പരമമായ ദേവതയായ ശിവന്റെ സ്ഥാനം സ്ഥാപിച്ചു. കാലഭൈരവന്റെ പ്രത്യക്ഷീകരണം അദ്ദേഹത്തിന്റെ ശക്തിയുടെ പ്രതീകമായി. ഈ കൂടിക്കാഴ്ച നടന്ന സ്ഥലമാണ് വാരണാസിയിലെ കാലഭൈരവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നത്. വാരണാസിയിലെ മറ്റൊരു പ്രമുഖ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തായി ഗംഗാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.